നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം. ആദ്യമായി അജ്ഞതയെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകൾ നോക്കാം. 1. അങ്ങാടി മരുന്നോ പച്ചമരുന്നോ. 2. അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞളുപോലെ വെളുത്തിരിക്കും. 3. അഞ്ഞാഴിയേക്കാൾ മൂന്നാഴി വലുത്. 4. അടിയിൽ പായോ പരമ്പോ. 5. അന്യാഭ്യാസേ വിഷം ശാസ്ത്രം. 6. അബദ്ധം വാ സുബദ്ധം വാകുന്തി പുത്രോ വിനായക. 7. അളക്കുന്ന നാഴിക്ക് അരുവിര അറിയുമോ. 8. അറിയാതെ പറയുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണം. 9. അറിയാത്തവന് അടുക്കള ആറുകാതം. 10. അറിവിനാലില പുളിയില പോലെ. 11. ആടറിയുമോ അങ്ങാടി വാണിഭം. 12. 1000 പേരെ കൊന്നവൻ അരവൈദ്യൻ. 13. ആലില പുളിയില പോലെ വേലിയിൽ പടർന്നിരിക്കും. 14. ഊതാനറിഞ്ഞവൻ രസവാദി, ഉപ്പറിഞ്ഞവൻ യോഗി. 15. എൻ്റെ അമ്പരപ്പന്തലിൽ പോയാലേ നക്ഷത്രം അറിയുകയുള്ളൂ. 16. എൻ്റെ ആശാന്റെ എഴുത്തെ എനിക്ക് വായിച്ചുകൂടൂ. 18. എൻ്റെ ഉരുളി കൊണ്ടെന്നളന്നാലേ ഉപ്പിടുവാൻ പറ്റൂ. 19. എൻ്റെ പുളിയുടെ മുട്ടിൽ ചെന്നാലേ എനിക്ക് നേരമറിയാവൂ. 20. ഏതപ്പാ കോതമംഗലം. 21. ഏനറിഞ്ഞു തോക്കിൻ്റെ മണ്ടയിൽ തീയിരിക്കുന്നേ. 22. ഒന്നുമറിയാത്തവന് ഒരു സംശയവുമില്ല. 23. ഓതിയ കിതാബിലെ ഓതു. 24. ഓല കളയാത്തുവൻ നാട് കളയും. 25. കറിസ്വാദ് അറിയുമോ തവി. 26. കർപ്പൂരം കൊടിവേലിയായി. 27. കാക്കയും കരിഞ്ഞോട്ടയും തിരിച്ചറിയുവാൻ വയ്യ. 28. കാജവും കാഞ്ചനവും തിരിച്ചറിയണം. 29. കിടാവായാലും ഉഴക്കുപാൽ കറക്കുകയില്ലേ. 30. കുരുടന് പാല് കൊക്കുപോലെ. 31. കൂത്തിന്റെ വിധം കുഴിയാനയ്ക്കറിയുമോ. 32. കൂത്തും പിണ്ണാക്കും നേർക്ക് നേരെ. 33. കൊക്കിനറിയുമോ കുളക്കോഴിയെ പിടിക്കുവാൻ. 34. കോഴി എന്തിനാ കേറുവാനോ ഇറങ്ങുവാനോ. 35. ചക്കക്കൂഞ്ഞിലും ചന്ദനക്കുരണ്ടും സമം. 36. ചാന്തും ചന്ദനവും ഒന്നാണോ. 37. ചാന്തും ചന്ദനവും ഒരുപോലെ. 38. ചുക്കുമുളക് തിപ്പലി. 39. ചുമ്മാടിനും ചുമ്മായിരിക്കുന്നവനും എന്തറിയാം. 40. താൻ അറിയാത്തത് നഞ്ചിന് തുല്യം. 41. തിരുവായ്ക്ക് എതിർവായില്ല. 42. തുഴയറിയാഞ്ഞാൽ തോണി ഒതളഞ്ഞ. 43. തൂവല് കണ്ടപ്പോഴേ ആമയാണെന്ന് നിശ്ചയിച്ചു. 44. തെങ്ങിന്മേൽ കിടക്കുന്നത് മാങ്ങയല്ലേ എന്ന് യജമാനന്റെ ചോദ്യം. 45. നരി ഊച്ചി പോലും കടൽ കലങ്ങിപ്പോവും. 46. നരി കരഞ്ഞതും പനമ്പഴം വീണതും ഒത്തിരുന്നു. 47. നക്ഷത്രം കാണുവാൻ പുളിച്ചോട്ടിൽ പോണം. 48. നാഗസ്വരം എന്തെന്ന് എനിക്കറിയാം, മദ്ദളം പോലെ കലകല എന്ന ശബ്ദിക്കും. 49. നായെ അറിയുമോ അങ്ങാടി വാണിഭം. 50. നായെ അറിയുമോ കരിമ്പിൻ രുചി. 51. 4ഉം 3ഉം അറിയാത്തവൻ നാനോ മാനവും അറിയാത്തവൻ. 52. പഠിച്ചതും പഠിക്കാത്തതും ഒരുപോലെ ആയാൽ പഠിത്തം നിർത്താം. 53. പന്തീരാണ്ട് പട്ടരുകളുടെ പാർത്തിട്ടും കുടുംബി മുമ്പിലോ പുറകിലോ എന്നറിഞ്ഞുകൂടാ. 54. പാകമറിയാത്തവൻ പാചകനോ. 55. പാമ്പിൻ കുഞ്ഞും ചേമ്പിൻ കുഞ്ഞും ഒരുപോലെ. 56. പാൽപ്പായസത്തിന് ഉപ്പും മുമ്പോ പിമ്പോ ചേർക്കേണ്ടത്. 56. പൂച്ചക്കുട്ടിക്ക് പുല്ലു പറിക്കുവാൻ പുളയിൽ കയറി. 57. പൂട്ടുന്ന കാള എന്തിനെ വിതയ്ക്കുന്നു വിത്തറിയുന്നു. 58. പൂണൂൽ കണ്ടപ്പോഴേ കൊച്ചുവാര്യരാണെന്ന് നിരീച്ചു. 59. പെട്ടി പൊളിച്ച ചെറുക്കന് കുപ്പായവും തലപ്പാവും. 60. പൊട്ടന്റെ മുമ്പിൽ വെച്ച് ശംഖു വിളിച്ചാൽ കൂടിച്ചോണ്ടിങ് ഇട്ടുതായെന്ന് പറയും. 61. പൊന്നു തമ്പുരാന് കടം പിടിച്ചു. 62. പൊൻപൂവിൻ മണവും മുരിക്കിൻ പൂവിൻ മണവും ശരി. 63.
പോത്തുപറ്റാൽ 5 ഇടങ്ങഴി കറക്കാം. 64 ബദിരനുണ്ടോ കല്യാണിയും തോടിയും. 65 ഭൂഷണോർത്ത് ആമയാണെന്ന്. 66 മലത്തിയാൽ ഓത്തൂട്ട് കമത്തിയാൽ പൂരം. 67 മഹാന്മാരുടെ മഹത്വം പിറവിക്കുരുടനെ അറിയാമോ. 68 മാടിനെ അറിയാത്തവൻ മാടയെ കൊള്ളും. 69 മാവോ മരുതോ പൂത്തത്. 70 രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത രാമൻ ആരാ എന്ന് ചോദിക്കുക. 71 2ഉം 3ഉം തിരിയാത്തവൻ ആണ്ടവനാകുവാൻ തുനിയുന്നു. 72 2ഉം 3ഉം തിരിയാത്തവൻ പെണ്ടുക്കള മാപ്പിള ചമയുന്നു. 73 ലങ്കയിലല്ലേ പണ്ട് രാമനാമം. 74 വെടിവെച്ചാൽ പുക പോകുന്നത് എന്നെന്തെന്ന് ചോദിക്കുക. 75 വേരോ ഇലയോ എന്നറിയില്ല. നമ്മൾ മലയാളികൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന അജ്ഞതയെ സംബന്ധിച്ചുള്ള പഴഞ്ചൊല്ലുകളാണ് ഇത്രയും പറഞ്ഞത്. 76 അടിത്തറയെ പറ്റിയുള്ള ഒരു പഴഞ്ചൊല്ല്. അതായത് മൂലം മറന്നാൽ വലയും പറയും. അടിത്തറയെ പറ്റിയുള്ള അടിസ്ഥാനം ഇളകിയാലെല്ലാം നശിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത കുറച്ച് അതിജീവനത്തെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകൾ നമുക്ക് നോക്കാം. 76 ഉയിര് നന്നായാൽ ഉപ്പ് വിറ്റും കഴിക്കാം. 78 ഊക്കുള്ളവർ ജീവിക്കും. 79 എതിർത്ത് നിന്നാൽ പിടിച്ചു നിൽക്കാം. 80 ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്. 81 കണ്ണുള്ളപ്പോൾ കാണണം, പല്ലുള്ളപ്പോൾ തിന്നണം. 82 കൈ നെടിയവന് കാലിൽ നേട്ടം. 83 കയ്യിനും കാലിനും കരുത്ത്, കണ്ടവും കാരായ്മയും കൂറും കന്നും കലപ്പയും കൂട്ട്, എങ്കിൽ കാർന്നോപ്പാടിന് കഞ്ഞിക്കെന്തിന് കുഴക്ക്. 84 കൊട്ടുന്ന താളത്തിന് തുള്ളണം. 85 കൊണ്ടാൽ കൊണ്ട പരിച്. 86 ചത്തവൻ വായിലെ മണ്ണ്, ഇരിപ്പവൻ വായിലെ അപ്പം. 87 ചെറുപ്പത്തിൽ സമ്പാദിച്ചത് ഒടുക്കത്ത് ചെലവിടുക. 88 ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. 89 മണ്ണ് തിന്നില്ലെങ്കിലും മണ്ണിൽ കിടക്കണം. 90 മൂർഖനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുമുറി തന്നെ തിന്നണം. 91 വെള്ളപ്പൻ നാട്ടിൽ വെള്ളച്ചോറുണ്ണണം. 92ാമത്തെ പഴഞ്ചൊല്ല് അതിഥിയെ പറ്റിയാണ്. അതായത് അളിയൻ വന്നാൽ അരിവാളെടുക്കണം. വേണ്ടപ്പെട്ടവർ വീട്ടിൽ വന്നാൽ എല്ലാ ആതിഥ്യ മര്യാദകളോടും സത്കരിക്കണം. അതിനായി ഏറ്റവും നല്ല കുല നോക്കി വെട്ടുവാനാണ് ഭാര്യയോട് അരിവാളെടുക്കുവാൻ പറയുന്നത്. പട്ടിണിക്കാലത്ത് വേണ്ടപ്പെട്ടവൻ വന്നാൽ കൊല്ലാറായ നെല്ല് കൊയ്ത് അപ്പോൾ തന്നെ വറുത്ത് കുത്തി ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നല്ലോ. ഇനി കുറച്ച് അത്യാഗ്രഹത്തെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകൾ നോക്കാം. 93 അകിട് ചെത്തിയാൽ പാൽ കിട്ടമോ. 94 അത് കണ്ടിട്ടുള്ളത് കളയരുത്. 95 അതുമില്ലാത്തമ്മയുടെയും ദീക്ഷയുമില്ല. 96 അത്യാഗ്രഹത്തിന് ഫലമാപത്ത്. 97 അത്യാഗ്രഹിക്കുള്ളത് നാശം. 98 അത്യാർത്ഥി പിടിച്ചവൻ എത്താത്ത പഴക്കുല നോക്കി നിൽക്കും. 99 അത്യാശയ്ക്ക് അനർത്ഥം. 100 അധികാരത്തിനു വേണ്ടി അതിമോഹം പാടില്ല. ഏത് കാര്യത്തിലുമുള്ള അത്യാഗ്രഹം വിനാശകാരണമായിരിക്കും. ഇന്ന് നമ്മൾ അങ്ങനെ 100 പഴഞ്ചൊല്ലുകൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത 100 അടുത്ത 2ാം ഭാഗത്തിൽ നോക്കാം. അതായത് അത്യാഗ്രഹത്തിൽ തുടങ്ങി അവിടുന്ന് അധ്വാനം, അനാവശ്യം, അനിശ്ചിതത്വം, അനുകരണം, അനുഭവം എല്ലാം നമുക്ക് നോക്കി വരാം. അടുത്ത 100 പഴഞ്ചൊല്ലുകളുമായി വരുന്നതുവരെ ശുഭരാത്രി.